പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയാണെങ്കിൽ ആത്മഹത്യനെ കുറിച്ചൊക്കെയാണ് കേട്ടോ അങ്ങനെ ഫ്രണ്ട്സിനോട് പറയുന്നത്. അപ്പോൾ അവർക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അതിശയമാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ നീ ആകെ ആൾ മാറിയെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്, പക്ഷേ നീ എന്താ ഇപ്പം ഇങ്ങനെ ആത്മഹത്യനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ജീവിതം തന്നെ മടുത്തു, നന്ദു ഞാനുമായിട്ടുള്ള ബന്ധം അറിഞ്ഞപ്പോഴും നിങ്ങളൊന്നും എന്നെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അനിയനോട് അവർ പറയുന്നുണ്ടായിരുന്നു, അത് മാത്രം പറയരുത്, നന്ദു നീയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്, ഞങ്ങളിങ്ങനെ ആ ബന്ധം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് നടക്കാതെ പോയത് നന്ദുവിൻ്റെ ചേച്ചിമാർ കാരണമാണ്, അങ്ങനെ അവരുടെ ജീവിതം തന്നെ അവിടെ പരിങ്ങലിലായതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എന്തായാലും അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ജീവിതം തന്നെ മടുത്ത് ഞാൻ എപ്പോഴും വേണമെങ്കിലും ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവർക്കും ആകെ സങ്കടമാവുന്നുണ്ട്. അത് പറഞ്ഞിട്ട് അനി പോകുന്ന സമയത്ത് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് നന്ദുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നേരെ ചെല്ലുന്നത്. എന്നിട്ട് നന്ദുവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആകെ ജീവിതം അടുത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും അനിയുടെ അടുത്ത് നിന്ന് അകന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ അവർക്ക് ഇങ്ങനെ പരിഗണനയ്ക്ക് കൊടുക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ പിന്നെ അയാൾ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വേണ്ടേ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നൊക്കെ ഇങ്ങനെ നന്ദു ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നീ ഇങ്ങനെ അകലും തോറും അവനാണെങ്കിലും ഇങ്ങനെ മരണത്തിലേക്കാണ് കേട്ടോ അടുക്കുന്നതെന്ന് പറയുമ്പോൾ നന്ദുവിന് ആകെ ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അവരാണെങ്കിലും അങ്ങ് പോകുന്ന സമയത്താണെങ്കിലും നന്ദുവിന് ആകെ പേടിയാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അനാമികേനെ കല്യാണം കഴിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ മരണം തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അനിയാണെങ്കിലും ഇങ്ങനെ കായലിലേക്ക് എടുത്ത് ചാടുന്ന അതൊക്കെയാണ് കേട്ടോ നന്ദു ഓർക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അനീനെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ടായിരുന്നേ. അനിയാണെങ്കിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാവും. അപ്പോൾ നന്ദു വിളിക്കുന്ന സമയത്ത് അനിക്കാണെങ്കിലും സന്തോഷമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എന്താ നന്ദു എന്ന് ചോദിക്കട്ടെ. അപ്പോൾ നന്ദു ആകെ വിഷമിച്ചു, ആകെ ഒരു പരിഭ്രാന്തിയിലാണ് കേട്ടോ ഫോൺ എടുത്തിട്ട് പറയുന്നത്, എനിക്ക് അനീനെ ഒന്ന് പെട്ടെന്ന് കാണണം, അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ അനി അവിടേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നന്ദുവിനൊരു സമാധാനം ആവുന്നുണ്ട്. പിന്നീട് അനി നന്ദുവും തമ്മിൽ കണ്ട് സംസാരിക്കുകയാണ്. അനീനെ കാണുമ്പോൾ തന്നെ നന്ദു ചോദിക്കുന്നത്, അനി ഇങ്ങനെ ഫ്രണ്ട്സിനോട് ആത്മഹത്യനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിലും ആകെ വിഷമമാണ്. അനിയുടെ സങ്കടങ്ങൾ മുഴുവൻ പറയുന്നുണ്ടായിരുന്നു, അനാമികേനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ജീവിതം അടുത്ത പോലെയായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നന്ദു ആണെങ്കിലും ഇങ്ങനെ അനിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഭിക്ഷക്കാരൻ്റെ പോലെ നടക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ 3 ബ്രാഞ്ചാണ് ആദർശേട്ടൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷേ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഒരു മനസ്സമാധാനം ഇല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം അനിയുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനിപ്പോൾ ഇനി ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് അനി പറയാണ്, ഞാനിങ്ങനെ വിളിക്കുന്ന സമയത്ത് ഒന്ന് കോൾ എടുത്ത് സംസാരിച്ചാൽ മതി, അതുപോലെ തന്നെ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് പോവാതിരുന്നാൽ മതി നന്ദു എന്നൊക്കെ പറയുമ്പോൾ, ശരി ഞാൻ ഇനി അങ്ങനെയൊന്നും പോവില്ല, ഞാൻ അനി വിളിക്കുമ്പോഴെല്ലാം കോൾ എടുത്തോളാം, അതുപോലെ തന്നെ ഇനി കണ്ടാലും മുഖം തിരിച്ച് പോവുകയും ചെയ്യില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ നമ്മുടെ വീട്ടുകാർ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവരുത്, അങ്ങനെ വീട്ടിൽ സംസാരം ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ അനി പറയാണ്, ഞാനതെല്ലാം ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമികേനെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവൾക്കാണെങ്കിലും ഇങ്ങനെ ക്രിമിനൽ മൈൻഡാണ്, നന്ദുവിൻ്റെ കാര്യം തന്നെ അറിയാലോ, നന്ദുവിനെ കൊല്ലാൻ വരെ അവൾ ആളെ വിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് അവളെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ അനിയാണെങ്കിലും സങ്കടമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ വിഷമമാണ് അനിയുടെ കാര്യം ഓർത്തിട്ട്. പിന്നെ നന്ദു ആണെങ്കിലും നേരെ ഇങ്ങനെ അവരുടെ ജോത്സ്യരുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. ജോത്സ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പ്രശ്നം വയ്ക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. അപ്പോൾ ജോത്സ്യനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദുവിന് ഈ കാര്യത്തിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലല്ലോ, അമ്മയുടെ കൂടെ വരാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് വരുന്നതെന്ന് പറയട്ടെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പ്രശ്നം വെച്ചൊക്കെ നോക്കുന്ന സമയത്താണെങ്കിലും അയാൾ പറയുന്നത് ഇങ്ങനെ മോളൊരു ഇങ്ങനെ പയ്യനെ സ്നേഹിച്ചിരുന്നില്ലേ, അയാളെ തന്നെ വിവാഹം കഴിക്കുന്നതാണ് ഇതിൽ കാണുന്നത് എന്ന് പറയും. മോളുടെ അമ്മ വന്നപ്പോഴും അങ്ങനെ മോളുടെ കല്യാണക്കാരിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്, അന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളതെന്ന് പറയട്ടോ. എന്നിട്ട് ഇങ്ങനെ അയാളുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല, അയാളുടെ വിവാഹം കഴിഞ്ഞാലും അതിങ്ങനെ നിലനിൽക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അത് ശരിയല്ലല്ലോ തിരുമേനി എന്ന് പറയുന്നുണ്ടായിരുന്നേ. ആ സമയത്താണ് തിരുമേനി പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിതിൽ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്, അയാളുടെ വിവാഹം കഴിഞ്ഞാലും ഇങ്ങനെ 1 വർഷം വരെ അതിങ്ങനെ അധികം മുന്നോട്ട് പോയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, ഏറിപ്പോയ 1 വർഷം അത്രേ പോവുള്ളൂ എന്ന് പറയട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, മോളുടെ മനസ്സിലും ഇങ്ങനെ ആ പയ്യനുണ്ട്, അതുപോലെ തന്നെ ആ പയ്യൻ്റെ മനസ്സിലും മോള് ജീവിതത്തിലേക്ക് വരണമെന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ നന്ദുവിന് ആകെ വിഷമാവുന്നുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ വിഷമം കണ്ടിട്ട് തിരുമേനി വീണ്ടും ഞാൻ ഒന്നുകൂടെ വെച്ച് നോക്കാം, പക്ഷേ ഇത് മാറാനൊന്നും പോകുന്നില്ല എന്ന് പറയട്ടെ. എന്നിട്ട് വീണ്ടും അയാൾ ഒന്നുകൂടെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇങ്ങനെ ഇനിയിപ്പോൾ വേറെ കാര്യങ്ങൾ പറയാനുള്ളത് മോളുടെ ജോലിക്കാരിയാണ്, മോളിങ്ങനെ ടെസ്റ്റ് വല്ലത് എഴുതിയായിരുന്നോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ SI ആവാനുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് അതിനുള്ള
ഒരു ഭാഗ്യമുണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് പിന്നെ നന്ദു ആണെങ്കിലും ദക്ഷിണയൊക്കെ കൊടുത്ത് പോകുന്ന സമയത്ത് നന്ദുവിൻ്റെ മുഖത്തൊരു സന്തോഷമില്ല കേട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു നല്ല കാര്യങ്ങളാണല്ലോ ഒക്കെ പറഞ്ഞത്, എന്നിട്ട് മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. പിന്നീട് നന്ദു ആണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നെ ആദർശിനെയും നയനിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിലും ഇങ്ങനെ ഹോട്ടലിലെ റൂമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു നിനക്കിങ്ങനെ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സ്ഥലത്തേക്കൊന്നും പോവാതിരുന്നത്, ഇവിടെ ഇങ്ങനെ അടുത്തിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം ഉണ്ട്, അവിടേക്കും പോവാത്തത് അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അതിന് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ കരൽ കൊടുക്കുകയല്ലേ ചെയ്തത്, അത് സ്വീകരിക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം ഓക്കെ ആയില്ലേ, അമ്മ പോലും ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി, പിന്നെയാണ് എൻ്റെ കാര്യം എന്ന് പറയട്ടോ. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശനൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ റിസ്ക്കുള്ള യാത്രയൊന്നും പോരുതെന്ന്, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടൊന്നല്ല, ആദർശേട്ടനെ എപ്പോഴും ഇങ്ങനെ എൻ്റെ കൂടെ ഈ റൂമിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടല്ലേ എന്ന് പറയട്ടെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു ശരിയാണ്, പുറത്തേക്ക് ഇറങ്ങിയാൽ എപ്പോഴും നിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയട്ടോ. പിന്നീട് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മയും നീയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞുകൂടെ വരണം, ഒരു കുഞ്ഞുകൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ ഇങ്ങനെ പേരക്കുട്ടികളെ ഇങ്ങനെ കൂടുതൽ സ്നേഹിക്കല്ലോ, അപ്പോൾ എന്തായാലും നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയും നീയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് എൻ്റെ ഇതെന്ന് പറയട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്ന് നയനിനോട് പറയാണ്. അപ്പോൾ നയനാണെങ്കിലും ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയട്ടോ. എന്നിട്ടാണെങ്കിലും നയന ആദർശിൻ്റെ തോളിലേക്ക് അങ്ങ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.